അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടുവെന്ന് വാർത്ത ഡൽഹിയിൽ നിന്ന് വിനീത റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണം വേഗത്തിലാക്കാൻ ഡൽഹി പോലീസിനും NIA-ക്കും ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി സംഭവ സ്ഥലത്തു നിന്നും തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കർക്കശമായി തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. SKN രാജ്യ തലസ്ഥാനത്ത് തന്ത്രപ്രധാനമായ ഇടത്ത് റെഡ് ഫോർട്ടിന് തൊട്ട് അടുത്ത് നടന്ന ഈ സ്ഫോടനം, ഉഗ്രസ്ഫോടനം, അത് അത്യന്തം ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി സംസാരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിന് തൊട്ടു മുൻപായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുമായി ഈ സംഭവം സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിയിരുന്നു. തുടർന്നാണ് പ്രധാനമന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചത്. ഈ സംഭവം വളരെ ഗൗരവത്തോടെ തന്നെ പോലീസ് കാണുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഈക്കോ കാർ ഈ സിഗ്നലിന് സമീപം വളരെ പതുക്കെ എത്തി നിന്നു. തൊട്ടു പിന്നാലെ 6:52 ഈ സംഭവം ഉണ്ടായത്. പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനം അഗ്നി മറ്റ് വാഹനങ്ങളിലേക്കും പടർന്നു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിലവിലിപ്പോൾ ആ തീ അണച്ചിരിക്കുന്നു. നിരവധി പേർ മരിച്ചിരിക്കുന്നു. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. പ്രാഥമികമായി ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ പോലീസിന്റെ സ്ഫോടനം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിനപ്പുറത്തേക്ക് ഇതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം ഇതിന്റെ ഒരു അട്ടിമറി സാധ്യത ഒട്ടും തള്ളുന്നില്ല. അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ആദ്യ ഘട്ടം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിശദമായ പരിശോധനകൾ ഇവിടെ നടന്നു വരികയാണ്. ഡൽഹി പോലീസ് സംഘം നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു. കൂടാതെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കൂടാതെയാണ് NSGയുടെയും NIA-യുടെയും പ്രത്യേക സംഘങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെയാണ് ഫോറൻസിക് സംഘവും എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.